ജൂൺ മാസത്തെ പെൻഷൻ വിതരണ അറിയിപ്പ്. അതോടൊപ്പം തന്നെ പെൻഷൻ വർദ്ധിപ്പിക്കും എന്നുള്ള സൂചനകൾ പുറത്തുവരുന്നു. 100 രൂപയുടെ വർധനവായിരിക്കും എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. അതോടൊപ്പം തന്നെ രേഖകൾ സമർപ്പിക്കുവാനുള്ള അറിയിപ്പും വന്നിരിക്കുകയാണ്. സംസ്ഥാനത്തെ മുഴുവൻ സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കളും ശ്രദ്ധിച്ചിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ചില അപ്ഡേറ്റുകളാണ് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. വീഡിയോ അവസാനം വരെ കാണുക. മറ്റുള്ളവരിലേക്കും ഈ ഇൻഫർമേഷൻ ഷെയർ ചെയ്തെത്തിക്കുവാൻ നിങ്ങൾ മറക്കരുത്. അപ്പോൾ നമുക്ക് വിശദമായിട്ടുള്ള അറിയിപ്പുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. നിലവിൽ സംസ്ഥാന സർക്കാരിൻ്റെ സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിച്ച 2000 രൂപയുടെ വിതരണമാണ് പ്രതിമാസം നൽകി വരുന്നത്. ഇത് തുക വർദ്ധിപ്പിച്ചതിന് ശേഷം 2 മാസത്തെ തുക വിതരണം നടന്നു. ഇനി ഈ ഒരു ജൂൺ മാസത്തെ തുക ഗുണഭോക്താക്കൾക്ക് ലഭിക്കാനുണ്ട്. ഈ ഒരു സഹായം വരും മാസങ്ങളിലും തടസ്സം കൂടാതെ ലഭിക്കുന്നു എന്ന് ഉറപ്പുവരുത്താൻ സർക്കാർ കർശനമായ പുനർവെരിഫിക്കേഷൻ നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഭാഗമായി അർഹരായ ഗുണഭോക്താക്കൾ അർഹത തെളിയിക്കുന്ന വിവിധ രേഖകൾ ബന്ധപ്പെട്ട തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ ഹാജരാക്കണം. പെൻഷൻ വിതരണത്തിലെ സുതാര്യത ഉറപ്പുവരുത്തുന്നതിനും അനർഹരെ ഒഴിവാക്കുന്നതിനും അർഹരായവർക്ക് കൃത്യമായി ലഭിക്കുന്നതിനുമായാണ് ഇത്തരത്തിലുള്ള ഒരു നടപടി. നിലവിൽ വാർദ്ധക്യകാല പെൻഷൻ വാങ്ങുന്ന ഭൂരിഭാഗം ആളുകൾക്കും പൊതുവായ രേഖകൾ സമർപ്പിക്കേണ്ടതില്ല എങ്കിലും പ്രത്യേക സാഹചര്യങ്ങളിൽ വരുമാന സർട്ടിഫിക്കറ്റ് ഹാജരാക്കാനായി അധികൃതർ നിർദ്ദേശിക്കാറുണ്ട്. മുൻപ് സർട്ടിഫിക്കറ്റ് സമർപ്പിച്ചതിൻ്റെ കാലാവധി അവസാനിച്ചവർക്കും സേവന പോർട്ടലിൽ വരുമാന സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാത്തവർക്കും ഇത് ബാധകമാണ്. പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ തുടങ്ങിയ തദ്ദേശ സ്ഥാപനങ്ങളിൽ നിന്ന് ഉദ്യോഗസ്ഥർ നേരിട്ടറിയിക്കുന്ന സാഹചര്യത്തിൽ മാത്രമായിരിക്കും വാർദ്ധക്യകാല പെൻഷൻകാർ വരുമാന സർട്ടിഫിക്കറ്റ് പുതുക്കി നൽകേണ്ടതായിട്ടുള്ളത്. അല്ലാത്തപക്ഷം ഇവർക്ക് നിലവിലെ രീതിയിൽ തന്നെ പെൻഷൻ ലഭിച്ചുകൊണ്ടിരിക്കുന്നതാണ്. വിധവ പെൻഷൻ, അവിവാഹിത പെൻഷൻ എന്നീ വിഭാഗങ്ങളിൽ ഉൾപ്പെടുന്ന ഗുണഭോക്താക്കൾക്ക് ഈ അറിയിപ്പ് വളരെ പ്രാധാന്യമുള്ളതാണ്. 50 വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്കായി സർക്കാർ നൽകി വരുന്ന അവിവാഹിത പെൻഷൻ സ്കീമിലും 60 വയസ്സിന് താഴെ പ്രായമുള്ള വിധവ പെൻഷൻ സ്കീമിൽ ഉൾപ്പെട്ടവരും തങ്ങൾ പുനർവിവാഹം ചെയ്തിട്ടില്ല എന്ന് തെളിയിക്കുന്ന റീമാരേജ് സർട്ടിഫിക്കറ്റ് നിർബന്ധമായും സമർപ്പിക്കേണ്ടതുണ്ട്. 2025 സെപ്റ്റംബർ 30 വരെ പെൻഷൻ ലഭിച്ചുകൊണ്ടിരുന്ന എല്ലാ ഗുണഭോക്താക്കളും ഈ ഒരു നിബന്ധന പാലിക്കാൻ ബാധ്യസ്ഥരുമാണ്. സാമൂഹ്യനീതി വകുപ്പിൻ്റെ മാനദണ്ഡങ്ങൾ കൃത്യമായി പാലിച്ച് അർഹത നിലനിൽക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കാനായി ഈ ഒരു സാക്ഷ്യപത്രം വളരെ നിർബന്ധവുമാണ്. രേഖകൾ സമർപ്പിക്കേണ്ട ഗുണഭോക്താക്കൾ തങ്ങളുടെ പരിധിയിലുള്ള വില്ലേജ് ഓഫീസിൽ നിന്നാണ് ഈ ഒരു നോൺ മാരേജ് സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ വരുമാന സർട്ടിഫിക്കറ്റോ ലഭിക്കുക. ഇതിനായി അക്ഷയ കേന്ദ്രങ്ങൾ വഴിയോ ഓൺലൈൻ സേവന കേന്ദ്രങ്ങൾ വഴിയോ മുൻകൂട്ടി അപേക്ഷ സമർപ്പിക്കണം. പിന്നീട് വില്ലേജ് ഓഫീസറുടെ പരിശോധനയ്ക്ക് ശേഷം അപ്രൂവൽ ലഭിക്കുന്ന സർട്ടിഫിക്കറ്റിൻ്റെ പകർപ്പും ആധാർ കാർഡിൻ്റെ കോപ്പിയും ചേർത്താണ് തദ്ദേശ സ്ഥാപനങ്ങളിൽ ഹാജരാക്കേണ്ടത്. രേഖകൾ സമർപ്പിക്കേണ്ട സമയക്രമം പാലിക്കുന്നതിൽ ഗുണഭോക്താക്കൾ അതീവ ജാഗ്രത പാലിക്കണം. പുതിയതായി പെൻഷൻ ലഭിച്ചു തുടങ്ങി ഇതുവരെയും വരുമാന സർട്ടിഫിക്കറ്റ് സമർപ്പിക്കാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും ഈ ഒരു ജൂൺ മാസം 30-ാം തീയതിക്കുള്ളിൽ നിങ്ങളുടെ ആ ഒരു വരുമാന സർട്ടിഫിക്കറ്റ് നിർബന്ധമായും സമർപ്പിച്ചിരിക്കണം. എല്ലാവരും ഈ ഒരു സർട്ടിഫിക്കറ്റ് സമർപ്പിക്കേണ്ടതില്ല എന്നുള്ളൊരു കാര്യം പ്രത്യേകമായി തന്നെ അറിഞ്ഞിരിക്കണം. ജൂൺ മാസം വരെയുള്ള പെൻഷൻ യാതൊരു തടസ്സവും കൂടാതെ തന്നെ ലഭിക്കും. അത് നിങ്ങൾ മുൻപ് സമർപ്പിച്ചിട്ടുള്ള സർട്ടിഫിക്കറ്റിൻ്റെ അടിസ്ഥാനത്തിൽ അതുപോലെ തന്നെ മസ്റ്ററിങ്ങിൻ്റെ ഒക്കെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു വിതരണം നടക്കുന്നത്. ഇനി വരുമാന സർട്ടിഫിക്കറ്റ് സമർപ്പിക്കാത്തവരുണ്ടെങ്കിൽ 30-ാം തീയതിക്കുള്ളിൽ സമർപ്പിക്കണം. അല്ലാത്തപക്ഷം നിങ്ങളുടെ ആ ഒരു പെൻഷൻ പിന്നീട് തടസ്സപ്പെടാനുള്ള സാധ്യതയുണ്ട്. വളരെ സാധാരണക്കാരായ ആളുകൾക്ക് ലഭിക്കുന്ന ഈ ഒരു ധനസഹായം ദുരുപയോഗം ചെയ്യപ്പെടുന്നില്ല എന്ന് ഉറപ്പാക്കാൻ അർഹരായ ഗുണഭോക്താക്കൾക്ക് തന്നെയാണ് ലഭിക്കുന്നത് എന്നൊക്കെ ഉറപ്പാക്കുന്നതിന് വേണ്ടിയാണ് ഇത്തരത്തിലുള്ള നടപടികൾ. ജൂൺ മാസത്തെ സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ 25-ാം തീയതിക്ക് ശേഷമായിരിക്കും വിതരണം ആരംഭിക്കുക. ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും വാട്സപ്പ് ഗ്രൂപ്പുകളിലേക്കുമൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അർഹരായിട്ടുള്ള ഗുണഭോക്താക്കൾക്ക് തങ്ങളുടെ സഹായം നഷ്ടപ്പെടാതിരിക്കാൻ അത് ഉപകരിക്കും. പുതിയൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും അനൂപ് സൈനിങ് ഓഫ്.